നമസ്കാരം. ഞാൻ ഡോക്ടർ മുഹമ്മദ് റിയാസ്, MD ജനറൽ മെഡിസിൻ, ക്യൂർ ക്ലിനിക്, തിരുവനന്തപുരം. ജൂലൈ 28 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആണല്ലോ. നമ്മുടെ നാട്ടിൽ ഹെപ്പറ്റൈറ്റിസുകളുടെ എണ്ണം വളരെയധികം കൂടുകയാണ്. കരൾ വീക്കം ആണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചാൽ കരളിന്റെ കോശങ്ങൾ അത് കാലക്രമേണ കേടുപാടുകൾ സംഭവിക്കുകയും അതിന്റെ അവസാനം ലിവർ ഫെയിലിയറിലേക്ക് പോവുകയുമാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. അപ്പോൾ ശരിയായ പരിശോധനയിലൂടെയും ശരിയായ ചികിത്സയിലൂടെയും ഏകദേശം 4.5 മില്യൺ മരണങ്ങൾ വരെ, ഹെപ്പറ്റൈറ്റിസ് മൂലമുള്ള മരണങ്ങൾ വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് WHO നടത്തിയ പഠനങ്ങളിലൂടെ പറയുന്നത്. അപ്പം ഹെപ്പറ്റൈറ്റിസ് രണ്ട് തരത്തിലാണ്. ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസുമുണ്ട്, നോൺ ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസുമുണ്ട്. ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ് കൂടുതലും വൈറസ് ബാധയിലൂടെയാണ് ഉണ്ടാകുന്നത്. ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E പോലെയുള്ള വൈറസുകളാണ് ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസുകൾ ഉണ്ടാക്കുന്നത്. ഇനി നോൺ ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ് ചില മരുന്നുകളുടെ ഉപയോഗം മൂലം ചില ടോക്സിൻസുകൾ, പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻസ് ഒക്കെയാണ് നോൺ ഇൻഫെക്ഷ്യസ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് മൂലമുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ്, അതായത് ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E ഒക്കെ. അപ്പോൾ അതിൽ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും സാധാരണ നമ്മൾ കണ്ടുവരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് എയും ഒക്കെ. അപ്പോൾ അത് കൂടുതലും പകരുന്നത് ഭക്ഷണത്തിൽ കൂടെയും വെള്ളത്തിൽ കൂടെയുമാണ്. അത് നമ്മുടെ ശരീരത്തെ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായി ചെറിയ പനി അനുഭവപ്പെടാം, വയറുവേദന അനുഭവപ്പെടാം, അതുപോലെ ഛർദ്ദിൽ അനുഭവപ്പെടാം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കണ്ണിന്റെ നിറം മഞ്ഞയാകുന്നതും മൂത്രത്തിന്റെ കളറ് കുറച്ച് മഞ്ഞയിലേക്ക് പോകുന്നതുമൊക്കെ നമുക്ക് കണ്ട് അത് ഹെപ്പറ്റൈറ്റിസ് എ ആണോ എന്ന് സംശയിക്കാവുന്നതാണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ഇക്കൊക്കെ ചികിത്സകൾ, അങ്ങനെ പ്രത്യേക ചികിത്സകളൊന്നുമില്ല. ശരീരത്ത് നിർജലനീകരണം ഒഴിവാക്കുക, ധാരാളം വെള്ളം കുടിക്കുക, വിശ്രമം കൊടുക്കുക, അതേപോലെ ഭക്ഷണക്രമങ്ങളിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലുള്ള ഭക്ഷണക്രമങ്ങളൊക്കെ കഴിക്കുക. അതേപോലെ ചില ലിവർ സപ്പോർട്ടീവ് മരുന്നുകളൊക്കെ കൊണ്ട് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എയും ഇയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതേപോലെ ചില വൈറസ് ഹെപ്പറ്റൈറ്റിസ് B, അതുപോലെ D ഒക്കെ ഉടനെ ലക്ഷണങ്ങൾ കാണിക്കണം എന്നില്ല. അത് പകരുന്നത് കൂടുതലും ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച ആൾക്കാരിൽ നമ്മൾ അടുത്തിടപഴകുമ്പോഴാണ് കൂടുതലും അത് പകരുന്നതായി കണ്ടുവരുന്നത്. അതായത് ആ രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങൾ, ആ രോഗി ഉപയോഗിച്ച പാത്രങ്ങൾ, ആ രോഗി ഉപയോഗിച്ച ശുചിമുറി, അതേപോലെ ആ രോഗി ഉപയോഗിച്ച സിറിഞ്ചുകൾ, നീഡിലുകൾ ഒക്കെ റീയൂസ് ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ആ രോഗിയിൽ നിന്നും രക്തം സ്വീകരിക്കപ്പെട്ടാൽ ഒക്കെ ഈ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കാവുന്നതാണ്. അപ്പോൾ അതിന് ആന്റിവൈറൽ ചികിത്സകളുമൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും ഡിയും ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഉടനടി സിംറ്റംസ് ഒന്നും കാണണമെന്നില്ല. കാലക്രമേണ ക്ഷീണം, ആഹാരത്തിനോടുള്ള താല്പര്യം കുറയുക, പിന്നെ ചെറിയ രീതിയിലുള്ള വയറുവേദന, ഇതൊക്കെയാണ് കാണിക്കുന്നത്. ആ സമയത്ത് ഡോക്ടറെ സമീപിക്കുകയും പരിശോധനകളിലൂടെ നമുക്ക് ഹെപ്പറ്റൈറ്റിസുകളെ സ്ഥിരീകരിക്കാനാവുകയും ചെയ്യുന്നതാണ്. അടുത്തതായി, ഈ രോഗം പകരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നല്ല വിശ്രമം വേണം. അതേപോലെ ബാലൻസ്ഡ് ഡയറ്റ്, ആഹാരം, ഭക്ഷണക്രമങ്ങൾ ക്രമീകരിക്കുകയും വേണം. അതേപോലെ ശരിയായ അളവിൽ വെള്ളം ഒരു ദിവസം ഒരാൾ എത്ര ഗ്ലാസ് ലിറ്ററാണോ അവർക്ക് ആവശ്യമുള്ളത് അത് കൃത്യമായി കുടിക്കുകയും ലഹരി മരുന്നുകളും അതുപോലെ പുകവലിയൊക്കെ ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ്. അതേപോലെ ശുചിമുറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൈ സോപ്പിട്ട് കഴുകേണ്ടത് വളരെ അത്യാവശ്യമാണ്. മുറിവുകളുണ്ടെങ്കിൽ അത് കവർ ചെയ്ത് വെക്കാം. അതേപോലെ രോഗികൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അത് പിന്നെ സിറിഞ്ച്, നീഡില്, മറ്റ് ഉപകരണങ്ങളൊക്കെ ശരിയായ രീതിയിൽ തന്നെ നശിപ്പിച്ച് കളയുക. അതേപോലെ ചില വൈറസുകൾക്ക് വാക്സിൻസ് അവൈലബിൾ ആണ്. അത് കൃത്യമായ വാക്സിൻസ്, ഈ രോഗം പകരാൻ സാധ്യതയുള്ളവർ കൃത്യമായും വാക്സിൻസ് എടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർ ഈ വാക്സിൻസ് എടുക്കേണ്ടത് നിർബന്ധമായും എടുത്തിരിക്കേണ്ടതാണ്. അതേപോലെ പ്രഗ്നൻസി ടൈമിൽ ഹെപ്പറ്റൈറ്റിസിന്റെ പരിശോധന നിർബന്ധമായും ചെയ്യേണ്ടതാണ്. അതേപോലെ സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടതാണ്. ഇനി എന്തൊക്കെ നമുക്ക് ചെയ്തുകൂടാ?
അതായത് ഈ രോഗികളുമായി അടുത്തിടപഴകാൻ പാടില്ല. രോഗികൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളോ മറ്റുപകരണങ്ങളോ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അവരുടെ ടൂത്ത് ബ്രഷുകൾ, അവരുപയോഗിക്കുന്ന റേസറുകൾ, അവരുപയോഗിക്കുന്ന സിറിഞ്ച്, നീഡിൽസ്, ഇതൊന്നും നമ്മൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഇനി അവരെ പോലുള്ളവർ രക്തം കൊടുക്കാനോ അവരിൽ നിന്ന് രക്തം സ്വീകരിക്കാനോ പാടില്ല. ഇനി ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച ഒരു അമ്മയെ സംബന്ധിച്ചോളം അതിന് കുട്ടികൾക്ക് മുലയൂട്ടാനും പാടില്ല. പരമാവധി മദ്യത്തിൻ്റെ ഉപയോഗം ഒഴിവാക്കണം. ലിവറിനെ കേടുവരുത്താൻ സാധ്യതയുള്ള ചില മരുന്നുകൾ ഒഴിവാക്കുക. അതേപോലെ വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണം, വെള്ളം കഴിക്കാതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.